നമ്മൾ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു മ്യൂസിക് പ്ലെയർ ആണ് റെട്രോ മ്യൂസിക് പ്ലെയർ. ഡിഫാൾട്ടായിട്ട് നമ്മളെ ഫോണിൽ ഒരു മ്യൂസിക് പ്ലെയർ ഉണ്ടാവും. എന്നാൽ ഈ റെട്രോ മ്യൂസിക് പ്ലെയറിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കതിൽ ടാഗ് എഡിറ്റ് ചെയ്യാം. ഒരു ഉദാഹരണത്തിന് നമ്മളെ ഗാലറിയിൽ നിന്ന് പാടുന്ന ഒരു പാട്ട്, അതിന്റെ പാട്ട് പാടുന്നേരം അതിന്റെ കൂടെ ഒരു പ്രൊഫൈൽ പിക്ചർ പോലെ ഒരു ചിത്രം ഉണ്ടാകല്ലേ, ആ ചിത്രം നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ആക്കി വെക്കാം, നമ്മളെ ഫോട്ടോ വെക്കാം. പിന്നെ നമ്മൾ ആ പാട്ട് അല്ലെങ്കിൽ ആ മ്യൂസിക് വോയിസ് ആർക്ക് സെൻഡ് ചെയ്താലും നമ്മൾ ആ ഫോട്ടോ കൂടിയാണ് പ്ലേ ചെയ്യപ്പെടുക. അതുകൂടാണ്ട് ഇതിന്റെ ലിറിക്സ് നമുക്ക് എഡിറ്റ് ചെയ്യാം. ചില പാട്ടിന് ലിറിക്സ് ഉണ്ടാവും, ചില പാട്ടിന് ഉണ്ടാകില്ല. ഇല്ലാത്തതിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറേ സംഭവങ്ങളിൽ ഒരു അടിപൊളി മ്യൂസിക് പ്ലെയർ. നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, എന്നിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ 2 പെർമിഷൻ ചോദിക്കുക, അത് 2 അലോ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാണ് ഇതിന്റെ ഇന്റർഫേസ്. ഫസ്റ്റ് ഓപ്പൺ ആകുന്ന പേജിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇതിൽ കാണിച്ചു തരും. പിന്നെ നമ്മളെ സോങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോങ്സിന് നേരെ 3 ഡോട്ട് കാണാം. ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടാഗ് എഡിറ്റർ എന്നുള്ള ഒരു സംഭവമുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെടുത്ത ആ പാട്ടിന്റെ ഒരു പ്രൊഫൈൽ ഭാഗം ഉണ്ടാകില്ലേ, ആ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു പ്രൊഫൈൽ പിക്ചർ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ഗാലറിയിലുള്ള നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ താഴെ ഭാഗത്ത് ലിറിക്സ് ഉണ്ട്, ഈ ലിറിക്സും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. പാടുന്ന പാട്ടിനനുസരിച്ച് അതിൻ്റെ ലിറിക്സ് കൂടെ ഇങ്ങനെ വരുന്ന രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സേവ് കൊടുത്താൽ നമ്മൾ ആഡ് ചെയ്ത ആ ഫോട്ടോയും ലിറിക്സും അവിടെ സേവ് ആവും. അതുപോലെ കുറേ മാറ്റങ്ങൾ ഇപ്പൊ കണ്ടോ, നമ്മളെ ഗാലറിയിൽ ആ പാട്ട് കാണുന്ന നേരം ആ ഫോട്ടോ ആണ് പ്രൊഫൈൽ ഭാഗത്ത് വരുന്നത്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫൈൽ പിക്ചർ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആൽബംസിൽ, ആർട്ടിസ്റ്റിൽ. ഫോണിൽ ഡീഫാൾട്ട് ആയിട്ടുള്ള മ്യൂസിക് പ്ലെയർ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും സിമ്പിളായിട്ട് ഉപയോഗിക്കുക. ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഓരോന്ന് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.